ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ആണ്. പക്ഷേ മഴ കാരണം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇൻ്റർനെറ്റ് കണക്ഷൻ പോയി, അങ്ങനെയൊക്കെ പ്രശ്നമുള്ളത് കൊണ്ട് ഇന്ന് അത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോ കുറച്ചൊരു 10 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴും ഞാൻ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഡൗട്ടായിട്ട് കമൻറ്റിൽ വരാറ്. അപ്പോൾ ചില സമയത്ത് നമുക്ക് കമൻറ്റുകൾ സമയത്തിന് കാണാൻ പറ്റണമെന്നില്ല, റിപ്ലൈ തരാൻ പറ്റണമെന്നില്ല. അതുപോലെ ഒരു വലിയൊരു കാര്യം കുറേ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കമൻറ്റിൽ കൊടുക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചില സമയങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടും കൂടെ തീർന്നു പോവും. ഇല്ലാത്തത് നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാവുന്നതാണ്. പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഒരുപാട് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്തിട്ടുള്ള ചില പോർഷൻസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അത്രയും ഡിസ്ക്രിപ്റ്റീവായിട്ട് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോൾ മേക്ക് ചെയ്യണമെന്ന് ആഗ്രഹം വരുമ്പോൾ ഡൗട്ട് വരുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ നിങ്ങൾ ആ ഒരു പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം ഒരുപാട് പേര് ഡോൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് വീഡിയോ കാണുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒരു ഡോളിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ഡോൾ മേക്കിങ്ങിനൊക്കെ എടുക്കുന്നത് പോലെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതൊരു മെഡിസിൻ ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. ഇനി അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ ആവശ്യമുണ്ട്. ന്യൂസ് പേപ്പർ നമ്മളിതുപോലെ കീറിയിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ്. എന്നിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി നമ്മൾ മുറിച്ചെടുത്ത പീസ് ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഈക്വൽ ആക്കാവുന്നതാണ്. അതിനുശേഷം അത് ചുറ്റുമായിട്ട് പേപ്പറൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ആ ബോട്ടിലേക്ക് ഫെവിബോൺ ഗ്ലൂ അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണൊക്കെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കമ്പി ഇൻസർട്ട് ചെയ്തിട്ടുണ്ട് മുകളിൽ നിന്ന് താഴോട്ടും. അതുപോലെ തന്നെ കൈകൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പിയും വെച്ച് കൊടുത്തിട്ടുണ്ട് ഹൊറിസോണ്ടലായിട്ട്. ഇനി നമുക്ക് പേപ്പർ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഫുൾ ബോഡി ഒന്ന് കവർ ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്ന പേപ്പർ ക്ലേ ആണ്. പേപ്പർ ക്ലേ നമ്മൾ വീട്ടിലുണ്ടാക്കിയ പേപ്പർ ക്ലേ തന്നെയാണ്. റെസിപ്പി ഞാൻ ഓൾറെഡി ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഈ ഒരു ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് സ്കൾപ്റ്റ് ചെയ്യാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡോൾ ബേസ് എന്ന് പറയുന്നതേ ഞാനൊരു 4 മാസം മുമ്പ് പെട്ടെന്നൊരു നോൺ ക്ലേ ഡോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് അവിടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്നൊരു ഡോള് തട്ടിക്കൂട്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒട്ടും പ്ലാൻ ചെയ്യാതെ ചെയ്തിട്ടുള്ള ഡോളാണ്. അപ്പോൾ അതാണ് ആ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന ബേസ് ഉണ്ടാക്കുന്ന ആ പോർഷനൊക്കെ കുറച്ച് മിസ്സായി പോയത്. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നതിനിടയ്ക്ക് അത് മിസ്സായി പോയതാട്ടോ ഒരു പോർഷൻ. ഇനി നമ്മൾ ബോഡി പോർഷൻ മുഴുവനായിട്ടും നമ്മൾ ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ ഒന്ന് എൻഹാൻസ് ചെയ്യാം. അപ്പോൾ പേപ്പർ ക്ലേ വെച്ചിട്ട് നമ്മൾ ഡോൾ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നമ്മുടെ ഡോള്. പിന്നെ ബേസിൽ ഇപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊക്കെ എടുക്കുമ്പോൾ അതിന് കുറച്ച് വെയിറ്റൊക്കെ വരും കേട്ടോ. എന്നാലും ഓവറോൾ ഒരു ഡോൾ എന്ന് പറയുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്നൊന്നും അങ്ങനെ പൊട്ടുമോ അങ്ങനെയൊന്നും ചെയ്യില്ല താഴെ വീഴുമ്പോഴൊക്കെ. പിന്നെ അടിയിൽ ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ ചിലപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ഇനി നമുക്ക് കൈപ്പത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫിംഗേഴ്സ് വേണം. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു നോൺ ക്ലേ ഡോൾ ചെയ്തപ്പോൾ അതുപോലെയാണ് ഞാനിവിടെ കൈകൾ ചെയ്യാൻ പോണത്. ക്ലേ യൂസ് ചെയ്യും, പക്ഷേ അതിനൊരു ബേസ് പോലെ ഞാനിവിടെ ഫിംഗേഴ്സ് പേപ്പർ ചുരുളുകൾ ഇങ്ങനെ എടുത്തിട്ട് ചെറുതാക്കി ചുരുട്ടിയെടുത്തിട്ട് ഇതുപോലെ ഫിംഗേഴ്സ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കൈ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് നന്നായിട്ട് വരും. ഇനി ആ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലേ അപ്ലൈ ചെയ്യാതെയും വെക്കാവുന്നതാണ്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ ചുരുളുകളെല്ലാം നമ്മളിതുപോലെ ടേപ്പ് വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയ കമ്പിയുടെ പീസിലേക്ക് വെക്കുകയാണ്. ഞാനിവിടെ മൂവബിൾ ആൻഡ് ബെൻഡബിൾ ഹാൻഡ്സ് ആണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ കമ്പിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ കമ്പി യൂസ് ചെയ്തത്. കമ്പി യൂസ് ചെയ്യാതെ ഞാൻ കൈകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ വേണ്ടവർക്ക് ആ ഒരു ഡോൾ വീഡിയോസൊക്കെ പോയി കാണാവുന്നതാണ്. ഇനി ഞാൻ ഈ ബഡ്സ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നടുക്കുള്ള ഒരു കുഴലിലേക്ക് ഈ കമ്പി കയറ്റി ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഫെവിബോൺ ഗ്ലൂവോ മറ്റേതെങ്കിലും സ്ട്രോങ് ഗ്ലൂവോ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് കൈകളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കമ്പിയിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ 2 കൈകൾ ഇതുപോലെ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലേ വെച്ചിട്ട് ബാക്കി സ്കൾപ്റ്റിംഗ് എല്ലാം ചെയ്തെടുക്കാം. ഞാൻ ആദ്യം പേപ്പർ ക്ലേ വെച്ചിട്ടാണ് സ്കൾപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ പേപ്പർ ക്ലേ വെച്ചിട്ട് സ്കൾപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് അതിങ്ങനെ തെന്നി പോവുമായിരുന്നു. കാരണം കമ്പി മാത്രം വെക്കാൻ പറ്റില്ല, അവിടെ അലുമിനിയം ഫോയിൽ വേറെ എന്തെങ്കിലും വെക്കണം. അപ്പോൾ എനിക്ക് പേപ്പറൊന്നും വെക്കാനുള്ള ഒരു ക്ഷമ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ മാറ്റിയിട്ട് ഒരു ക്ലേ ഫുള്ളായിട്ട് മാറ്റിയിട്ട് കോൾപോസ്റ്റലിൻ വെച്ചിട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ പേപ്പർ ക്ലേ വെച്ചിട്ട് തന്നെ ചെയ്യുക. പേപ്പർ ക്ലേ കുറച്ച് ലൂസായിരിക്കും. അതുകൊണ്ട് ആ ഒരു കൈൻ്റെ ഷേപ്പ് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ കുറച്ച് സമയം വേണം. അതിന് ബേസായിട്ട് നമ്മൾ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചൊക്കെ ആണ് നമ്മളിതിന് മുമ്പൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് അത്രയും ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കോൾപോസ്റ്റലിൻ വെച്ചിട്ട് ബാക്കി സ്കൾപ്റ്റിംഗ് എല്ലാം ചെയ്യുകയാണ്. അപ്പോൾ സമയമില്ലായ്മയാണ് ഇതിലൊരു വില്ലൻ. അപ്പോൾ സമയമുള്ള സമയത്ത് നിങ്ങൾക്ക് അറിയാം ഞാൻ എങ്ങനെയാണ് ഡോൾ ചെയ്തിരുന്നതെന്നുള്ളത്. അപ്പോൾ സമയം കിട്ടാതെ വരുമ്പോൾ ഇതുപോലെയുള്ള എളുപ്പപ്പണിയിലേക്കൊക്കെ ഞാൻ തിരിയും. ഇനി നമുക്ക് ഹെഡിൻ്റെ ബേസായിട്ട് ഇതുപോലെ പേപ്പർ തന്നെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഹെഡിന് പൊതുവേ ഞാൻ അലുമിനിയം ഫോയിലാണ് എനിക്ക് കംഫർട്ടബിൾ, കാരണം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇതിലാദ്യമായിട്ട് ന്യൂസ് പേപ്പറിന് പുറത്ത് ടേപ്പ് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഒരു ഉണ്ടയാക്കി എടുത്തു. അതിന് ശേഷം പേപ്പർ ക്ലേ വെച്ചിട്ടാണ് ഫേസ് ചെയ്യാൻ പോകുന്നത്. അതും നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്ക് അലുമിനിയം ഫോയിലിൻ്റെ ഒന്നും ആവശ്യമില്ല സത്യത്തിൽ. ആ ബേസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ക്ലേ വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നല്ലൊരു ഷേപ്പിലേക്ക് കൊണ്ടുവരണം ഫസ്റ്റ്. പിന്നെ പേപ്പർ ബേസ് വയ്ക്കുമ്പോൾ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് ഒട്ടുമൊന്നും ചെയ്യില്ല. ചിലപ്പോൾ അവിടുന്ന് വിട്ട് പോരാൻ ചാൻസ് ഉണ്ട്. കാരണം അടിയിൽ പേപ്പറാണ് വെച്ചിരിക്കുന്നത്, ഭയങ്കര ബലമായിട്ടിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമയോടുകൂടി വേണം ചെയ്യാൻ. ഇനി നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഐ റെക്കമെൻഡ് ഫസ്റ്റ് നമ്മളൊരു കോട്ടിങ് കവർ ചെയ്ത് വെക്കില്ലേ പേപ്പർ, അതിന് ശേഷം അതൊന്ന് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് കൂടുതൽ ക്ലേ അപ്ലൈ ചെയ്തിട്ട് സ്കൾപ്റ്റ് ചെയ്ത് ആക്കിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിത് ഈ ഒരു ഫേസ് സ്കൾപ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഞാൻ നേരത്തെ ഡീറ്റെയിൽഡായിട്ട് കാണിച്ചിട്ടുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിതിന് മുമ്പ് സ്കൾപ്റ്റിംഗ് ഓഫ് ദ ഫേസ് നമ്മളിതിന് കാണിച്ചിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ആദ്യം ഞാൻ ചെയ്തിട്ടുള്ള ഒരു ഡോളിൽ നന്നായിട്ട് ഫേസ് സ്കൾപ്റ്റിംഗ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ കാണുവാണെങ്കിൽ ഫേസ് സ്കൾപ്റ്റിംഗ് നന്നായിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് ചെവികളും കൂടെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അത്രയും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ട് ഉണക്കിയെടുക്കണം. നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു കോട്ട് സിമെൻറ്റ് പ്രൈമർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നാക്കി ഉണക്കിയെടുക്കാം. സിമെൻറ്റ് പ്രൈമർ ഇല്ലെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നേരിട്ട് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് മാത്രം ഞാൻ ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. പിന്നെ പേപ്പർ ക്ലേ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുക്കുന്നത് സർഫസ് സ്മൂത്താക്കാൻ സഹായിക്കും. ഇനി നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. ഞാനിവിടെ ഈ ഒരു ഡോളിൻ്റെ ബോഡിക്ക് ഒരു മീഡിയം സ്കിൻ ടോൺ ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോംപ്ലക്ഷൻ വേണമെങ്കിലും കൊടുക്കാം, ഡാർക്കോ ലൈറ്റോ ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം, ഇല്ലെങ്കിൽ ഡസ്കി സ്കിൻ ടോൺ, ഏത് സ്കിൻ ടോൺ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കിൻ ടോൺ എങ്ങനെ കളർ മിക്സ് ചെയ്യാമെന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് പേർക്ക് അത് ആവശ്യമാണ് എന്നുള്ളത് പറഞ്ഞില്ല, 1-2 പേരെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോണിലുള്ള ഡോൾസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയും വിവിധങ്ങളായിട്ടുള്ള സ്കിൻ ടോണിലുള്ള ഡോൾസ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കിൻ ടോൺ നിങ്ങൾക്ക് എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഡോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഇനി നമുക്ക് ഫേസ്
മേക്കപ്പിലേക്കൊക്കെ കടക്കാം. അപ്പോൾ ഈ ഒരു പോർഷൻ ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ഈ ലോങ് വെർഷൻ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഞാനിവിടെ സോഫ്റ്റ് പേസ്റ്റൽസും വാട്ടർ കളർ പെൻസിൽസും അതുപോലെ തന്നെ അക്രിലിക് പെയിൻറ്റും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഫേസ് മുഴുവനായിട്ട് എൻഹാൻസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ് പേസ്റ്റൽസും വാട്ടർ കളർ പെൻസിലും ഒന്നും ഇല്ലെങ്കിൽ അക്രിലിക് പെയിൻറ്റ് മാത്രമായാലും മതി. ഇനി അതും ഇല്ലെങ്കിൽ സാധാരണ വാട്ടർ കളർ ആയാലും മതി, അതും നന്നായിട്ടിരിക്കും. പക്ഷേ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വാർണിഷ് എന്താണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതർവൈസ് ഇതിങ്ങനെ ഫെയ്ഡായി പെട്ടെന്ന് പോവും വാട്ടർ കളറാണെങ്കിൽ. ആൻഡ് ഇതുപോലെ നമ്മൾ എൻഹാൻസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാനിപ്പോഴും പഠിച്ചു വരുന്നേ ഉള്ളൂ കേട്ടോ. ഒത്തിരി അങ്ങോട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫേസ് ആയിട്ടില്ല. ഞാനും ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഏകദേശം ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വാർണിഷ് അടിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു വാട്ടർ ബേസ്ഡ് വാർണിഷാണ് യൂസ് ചെയ്യുന്നത്, ഇറ്റ്സി ബിറ്റ്സിയുടെ. ഞാൻ അതിൻ്റെ ബൈയിങ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഹെയർ ഫിക്സ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സിൽക്ക് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഹെയർ നമ്മൾ സാധാരണ ഡോൾസിനെല്ലാം വെച്ച് കൊടുക്കുന്ന പോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ വുളൻ ത്രെഡൊക്കെ വെച്ചിട്ട് ഹെയർ വെക്കുന്ന ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഇതെനിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ഒരുപാട് മിസ്സായി പോയോണ്ട് ഞാൻ അതിവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ മറ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെഫറൻസ് ഏരിയയിൽ ഉണ്ടാവും കേട്ടോ. അതൊന്ന് പോയി ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ സിൽക്ക് ത്രെഡ് വെച്ചിട്ടുള്ള ഹെയർ നല്ല ഭംഗിയാണ്, നല്ല ഫ്ലോലെസ് ആയിട്ടുള്ള ഹെയർ നമുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷേ ഇതൊരു വൻപൻ പരാജയമായിരുന്നു ഈ ഒരു ഡോളിൻ്റെ കേസിൽ. ബിക്കോസ് എനിക്ക് ഈ മുടി ഹെയർ സ്റ്റൈൽ ചെയ്യണമായിരുന്നു. പക്ഷേ സിൽക്ക് ത്രെഡ് ഒരിക്കലും നമുക്ക് സ്റ്റൈൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കെട്ടിക്കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് ഭയങ്കര സ്മൂത്താണ് അതിൻ്റെ സർഫസ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഹെയർ സ്റ്റൈൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അത് പെട്ടെന്ന് അഴിഞ്ഞു പോരും. അങ്ങനെ ഒരു ഹെയർ നന്നായിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഹെയർ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ഡ്രസ്സ് ചെയ്യാം. ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാനിവിടെ സാരി ഡോളാണ് ചെയ്യുന്നത്. എൻ്റെ സാരി ഡോൾ കണ്ട് നിങ്ങൾ മടുത്ത് കാണുമെന്നറിയാം. പക്ഷേ ഈ ഒരു ഡോളിന് സാരി ആണ് കൂടുതൽ ചേരാൻ തോന്നിയോണ്ടാണ് ഞാൻ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നത്. ഇതൊരു എൻഗേജ്മെൻ്റ് അറ്റയറിലുള്ള ഡോളായിട്ടോ അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽസിലൊക്കെ സ്ത്രീകൾ കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ പട്ടുസാരിയൊക്കെ കൊടുത്തിട്ട് ആഭരണങ്ങളൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ സാരിയും ബ്ലൗസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പട്ടുസാരി മോഡൽ തന്നെയാണ് സാരി ഉണ്ടാക്കിയിട്ട്. പിന്നെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഞാൻ വേറൊരു ഡോളിൽ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതിവിടെ കാണിച്ചിട്ടില്ല കേട്ടോ. അതും കൂടെയൊക്കെ കാണിക്കുകയാണെങ്കിൽ ഡോൾ വീഡിയോ വളരെയധികം നീണ്ടുപോകും. പിന്നെ ആർക്കും ഇതിങ്ങനെ സ്കിപ്പ് ചെയ്യാതെ കാണാനാവില്ല എന്ന് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതുകൊണ്ട് അതൊന്നും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റിച്ചിങ് പൊതുവേ എല്ലാവർക്കും ബോറിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് ഇനി നമുക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വേസ്റ്റ് ക്ലോത്തുകളാണ് കേട്ടോ. എനിക്ക് ടൈലേഴ്സിൻ്റെ അടുത്ത് നിന്ന് വേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ക്ലോത്തുകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാരിയും ബ്ലൗസും ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് നന്നായിട്ട് അറിയില്ല. എനിക്ക് അറിയുന്ന രീതിയിലുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ ഏകദേശം അതേ മാനറിൽ തന്നെയാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മളൊരു കേരള ട്രഡീഷണൽ ഡോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബ്ലൗസ് ഇതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. സോ അത് നോക്കിയാൽ മതി. പിന്നെ ഈ ബ്ലൗസിൻ്റെ സ്ലീവ് കുറച്ച് പഫ് സ്ലീവാണ്. അപ്പോൾ ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ പിന്നീട് വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇനി ഒരു സാരി ഡോൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഏകദേശം ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് അത്രയും പട്ടുസാരി പോലെ ഒന്നും തോന്നിയില്ല. പക്ഷേ ഉടുപ്പിച്ചൊക്കെ വന്നപ്പോൾ അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതുപോലെ ഒരുപാട് ഈ ഒരു ഫെസ്റ്റിവൽ ഫോട്ടോസ് എല്ലാം കാണുമ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ലേഡീസ് പൊതുവേ നന്നായിട്ട് ഒരുങ്ങി നല്ല കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള പട്ടുസാരിയോ അല്ലെങ്കിൽ ധാവണിയോ ഒക്കെ ഇട്ട് അതുപോലെ തന്നെ ഹിപ്പ് ചെയിൻ ഇട്ട് മറ്റെല്ലാ ഓർണമെൻറ്റ്സിലും നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി മുടിയൊക്കെ പിന്നിയിട്ട് നിറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മുടി മാത്രം പിന്നിടാൻ പറ്റിയില്ല. സിൽക്ക് ത്രെഡ് എന്നെ ചതിച്ചു. അപ്പോൾ അത് മാത്രം ഞാനൊന്ന് ഉഴപ്പി
ഉടുപ്പിയിട്ടുണ്ട്. അപ്പം നമ്മൾ സാരിയെല്ലാം ഉടുപ്പിച്ച് കഴിഞ്ഞു. ഇതാണ് ഞാൻ ഓർണമെൻറ്റ്സിൽ ഇട്ടിട്ടുള്ള ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർണമെൻറ്റ്സിൻ്റെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നമ്മൾ ഓർണമെൻറ്റ്സ് മേക്കിംഗ് വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കയ്യിൽ മാത്രം ആ ഒരു ബീഡ് ചെയിൻ വെച്ചിട്ടൊന്ന് ചുറ്റിക്കൊടുത്തു എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള അതേ ഓർണമെൻറ്റ്സ് തന്നെയാണ്. പിന്നെ ഞാൻ മുല്ലപ്പൂ പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ക്ലോത്ത് ഒന്ന് സിക്സാഗായിട്ടൊന്ന് തുന്നി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോള്. അപ്പോൾ ഹെയർ നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവും ഞാൻ എത്ര നോക്കിയിട്ടും നന്നാവാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ് ഈ ഡോളിൻ്റെ. ബാക്കിയെല്ലാം എനിക്ക് പൊതുവേ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, ആ ഒരു സാരിയും അതുപോലെ ബ്ലൗസും അതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഡോൾ സിസ്റ്ററിനെ നമ്മുടെ ഡോൾ ഫാമിലിയിലേക്ക് വെൽക്കം ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ ഡോൾസിനും നെയിം ചെയ്യുന്ന പോലെ തന്നെ ഈ ഡോളിനും നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോളിൻ്റെ പേരാണ് മോഹിനി. അപ്പോൾ നമ്മുടെ മോഹിനി ചേച്ചി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് തിങ്കളാഴ്ച കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!